നമ്മുടെ ജീവിതത്തിൽ എല്ലാ അസ്വസ്ഥതയ്ക്കും കാരണം ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജാഗരൂകതയുടെയും കുറവാണ്. സ്നേഹത്തിന് കുറവുണ്ടാകുമ്പോൾ അത് നമ്മളിൽ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, സ്നേഹം വേണമെന്നുള്ള ജ്വരവും ദുഃഖമുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥ പ്രകൃതം സ്നേഹമാണ്. നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ സ്നേഹത്തിലാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും സ്നേഹം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് നമ്മൾ സ്നേഹം വേണമെന്ന് ആവശ്യപ്പെടില്ല. അതേപോലെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള ഭയവും നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ അലിഞ്ഞ് ജീവിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഉള്ളിൽ ജാഗരൂകത, ശ്രദ്ധ ഇല്ലെങ്കിൽ അത് ദുഃഖമുണ്ടാക്കുന്നുണ്ട്. ഒരു വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാകും. അതേപോലെ ജ്ഞാനത്തിൻ്റെ അഭാവം നമ്മളിൽ ദുഃഖമുണ്ടാക്കുന്നുണ്ട്. ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനത്തെയും സ്നേഹത്തെയും ജാഗരൂകതയും പരിപോഷിപ്പിക്കണം. എന്നാൽ ഒരാൾ ധ്യാനത്തിലായിരിക്കുമ്പോൾ ഇത് മൂന്നും, ജ്ഞാനവും സ്നേഹവും ജാഗരൂകതയും ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനത്തെയും സ്നേഹത്തെയും ജാഗരൂകതയും ഉയർത്താൻ ധ്യാനത്തിന് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ